തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. അങ്ങനെ വന്നതാണ് നമ്മുടെ ജീവാംശമായി. ഹരിശങ്കർ എന്ന് പറയുന്ന സിംഗറിനെ അത്രയും ഒരു പ്രോമിനൻസ് കിട്ടാൻ സാധിച്ച ജീവാംശമായി. അതെങ്ങനെയായിരുന്നു? ഓൾ ക്രെഡിറ്റ്സ് ടു കൈലാസ് മേനോൻ. എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് വരികയാണെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു താമസിയാതെ വിളി വരും. അദ്ദേഹത്തിനാണ് എല്ലാ ക്രെഡിറ്റ്സും. കാരണം ഒരുപാട് സിംഗേഴ്സ് ഉണ്ടായിട്ടും നമ്മളെ വിളിച്ചു. അത് എന്നിൽ തന്നെ വിശ്വാസം, എന്താ പറയാ, ഞാൻ തന്നെ പാടിയാൽ മതി എന്നുള്ളൊരൊറ്റ, അതായത് ഇൻക്ലൂഡിങ് ഡയറക്ടർ ഫെലിനി ചേട്ടനാണെങ്കിലും രണ്ടുപേരും അത് സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ മതി എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതെ. എന്നാലും അത് കൈലാസ് ചേട്ടൻ്റെ ഒരു, എന്താ പറയാ, ഈവൻ അത് എൻ്റെ അടുത്തുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയല്ല, ഇപ്പൊ ഫ്രണ്ട്സ് ആയത് അതിന് ശേഷമാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് റെക്കോർഡിങ്ങിന്റെ അന്നാണ്. അന്നാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. അപ്പം അദ്ദേഹം അത് ആ സോങ്ങിന് ആപ്റ്റ് ആയിട്ടുള്ള ആരാണ് അത്രയും മാത്രമേ പുള്ളി നോക്കാറുള്ളൂ. അല്ല, ഇപ്പൊ ഔസേപ്പച്ചൻ സാറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സാറ് ഇങ്ങനെ, ഞാൻ പറഞ്ഞു സാർ എന്റെ കല്യാണമാണ് ഇങ്ങനെ പറഞ്ഞത്. സാറ് തന്നെ പറഞ്ഞു എന്താ പേരെന്ന് ചോദിച്ചപ്പോ ഗാഥ. സാറ് തന്നെ പറഞ്ഞു ഗാഥാജാൻ. സാറിന്റെ പടമാണല്ലോ മറ്റേ. അതെ അതെ, ശരിക്കും ഔസേപ്പച്ചൻ സാറുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്? സാറാണ് എനിക്കൊരു ഫസ്റ്റ്, അതായത് എൻ്റെ സാറിനെ കാണാൻ പോയി സോങ് കേട്ടിട്ടാ കൊള്ളാം നിന്നെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ ആദ്യത്തെ മ്യൂസിക് ഡയറക്ടർ ഔസേപ്പച്ചൻ സാറാണ്. ഏറ്റവും ഹാപ്പി ആക്കുന്ന ഘടകം അപ്പാർട്ട് ഫ്രം മ്യൂസിക്? അപ്പാർട്ട് ഫ്രം മ്യൂസിക് ട്രാവൽ ആയിരിക്കും. ഒരുപാട് യാത്ര ഇഷ്ടപ്പെടുന്നത്, ഒരുപാട് ചെയ്യുന്നില്ലെങ്കിലും ട്രാവല് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് ചിലപ്പോൾ തനിച്ചായിരിക്കും, ചിലപ്പം ബാൻഡിന്റെ കൂടെ ആയിരിക്കും, ഞാൻ അവളും കൂടി ആയിരിക്കും. അങ്ങനെ ഇപ്പം കുറെ പേര് വേണമെന്നില്ല, ചിലപ്പോൾ ഞാൻ തനിച്ചങ്ങ് പോയി. അങ്ങനെ ട്രാവല് ഒരുപാട് എന്താ ഇഷ്ടപ്പെടുന്ന. പക്ഷെ അതൊക്കെ ഒരു സെക്കൻഡറി ആണ്, മ്യൂസിക് ആണ്. അതാണ് ഞാൻ അപ്പാർട്ട് ഫ്രം മ്യൂസിക് എന്ന് ചോദിച്ചത്. ഏറ്റവും ഗ്രേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കോംപ്ലിമെന്റ് സൂക്ഷിച്ചു മനസ്സിലെപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോംപ്ലിമെന്റ്? ചിത്ര ചേച്ചി, അതുപോലെ സുജാത ചേച്ചി ഒക്കെ ചിലപ്പോൾ പാട്ട് കേട്ടിട്ട് വിളിക്കുമ്പോൾ അതൊരു അതൊരു ഫീലാണ്. അവരൊക്കെ വിളിക്കുമ്പോൾ മിനിഞ്ഞാന്ന് എനിക്ക് മെസ്സേജ് ചെയ്തു, ഇപ്പം അതിനുള്ള സോങ് കേട്ടു ചിത്ര ചേച്ചി. അപ്പം ഒരുപാട് സജഷൻസ് ഇങ്ങനെ പറയാറുണ്ട്. അപ്പം നമ്മളൊക്കെ വിചാരിക്കും അത്ര നമ്മളെ സംബന്ധിച്ച് അവരുടെ ആ ഒരു പീരീഡിൽ നമുക്ക് പാടാൻ പറ്റുന്നതൊരു ഭാഗ്യം. തീർച്ചയായിട്ടും. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു കോംപ്ലിമെന്റ് കിട്ടുമ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്.